ഇന്ന് നമുക്കൊരു ഉള്ളിച്ചോറ് തയ്യാറാക്കാം കൂട്ടുകാരെ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ നന്നായി വെള്ളം തോരട്ടെ പാത്രത്തിൻ്റെ. ഇപ്പോൾ പാത്രത്തിൻ്റെ വെള്ളമൊക്കെ തോന്നിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് 2 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽ മുളക് കൊടുത്ത ശേഷം നമുക്ക് 2-3 കറിവേപ്പില കൊടുത്ത ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊട്ടിപ്പൊടിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടിടാം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരണം. ഇതിലേക്ക് നമുക്കൊരു പൊടികളിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മുളക് പൊടി ഭയങ്കര എരിയായിരുന്നു. ഇഞ്ചി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം. ഇതിലേക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ശരിയാവണം. ഉള്ളി ഒരു ശകലം ഒന്ന് വേവട്ടെ. മല്ലിയില ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ലാസ്റ്റ് കാലം കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് എവിടെ നിന്നൊന്ന് നന്നായിരുന്നു വേവട്ടെ. ചെറിയ ഉള്ളി ആയാലും ഇത്തിരി വേവുണ്ടല്ലോ, അതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഉള്ളിയിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വീഴും. ഇത് ചോറ് വേവാനൊന്നും കാത്തിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇത് കുടഞ്ഞിട്ട് ഇതിനകത്ത് സ്വപ്പം നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീരിൻ്റെ ഒരു പുളിരസവും കൂടെ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന്. ഇത് നമ്മൾ മറ്റു കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്. ചോറിനെ ഇങ്ങനെ കുടഞ്ഞെടുക്കാം. എല്ലാ ഭാഗത്തും ആ നാരങ്ങ നീരും ചേരട്ടെ. അപ്പം നെയ്യിൻ്റെ മണവും കറിവേപ്പിലയുടെ മണവും എല്ലാം കൂടി, ഉള്ളി വഴണ്ട മണവും എല്ലാം കൂടി ഒരു അസൽ മണം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചോറ് കഴിക്കാൻ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് തയ്യാറായിരിക്കുകയാണ്. ഹായ്, നമ്മുടെ ഉള്ളിച്ചോറ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഈ ഉള്ളിച്ചോറ് തയ്യാറാക്കി നോക്കണം. ഉള്ളിച്ചോറ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അടിപൊളിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം.